നമസ്കാരം. എൻ്റെ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലീന. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പ്രാചീന കവയിത്രികളിൽ ഒരാളായ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലെ കുറച്ച് ഭാഗമാണ്. മലയാള ഭാഷയുടെ പിതാവായാണ് എഴുത്തച്ഛനെ കരുതിപ്പോരുന്നത്. മലബാറിൽ പൊന്നാനി താലൂക്കിലുള്ള വെട്ടത്ത് നാടാണ് എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം. തിരൂർ റെയിൽവേ സ്റ്റേഷന് തെക്ക് പടിഞ്ഞാറുള്ള തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിന് സമീപം തുഞ്ചൻപറമ്പ് എന്ന പേരിൽ ആ സ്ഥലം ഇപ്പോഴും ഉണ്ട്. എഴുത്തച്ഛൻ ജീവിച്ചിരുന്ന കാലം കൃത്യമായി ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും എഴുത്തച്ഛൻ 15-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിന് ശേഷവും 16-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിന് മുൻപും ജീവിച്ചിരുന്നു എന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. രാമായണവും മഹാഭാരതവുമാണ് ഭാരതത്തിൻ്റെ നെടുംതൂണുകളായ ഇതിഹാസങ്ങൾ. വാൽമീകിയും വ്യാസനുമാണ് അവയുടെ കർത്താക്കളെങ്കിലും പിൽക്കാലത്ത് ഈ രണ്ട് ഗ്രന്ഥങ്ങളെ ഉപജീവിച്ച് ഉണ്ടായ സാഹിത്യകൃതികൾക്ക് കൈയും കണക്കുമില്ല. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് എന്നീ രണ്ട് കൃതികളാണ് എഴുത്തച്ഛനെ ആചാര്യനാക്കുന്നത്. ഹരിനാമകീർത്തനം, ചിന്താരത്നം, 24 വൃത്തം എന്നിവയും എഴുത്തച്ഛൻ്റെ കൃതികളിൽപ്പെടുന്നു. ഭക്തിയും തത്വചിന്തയുമാണ് എഴുത്തച്ഛൻ്റെ കവിതയുടെ ഊടും പാവും. നവരസങ്ങളും എഴുത്തച്ഛന് വഴങ്ങുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ കേരളത്തിൽ ഒരു സാംസ്കാരിക നവോത്ഥാനത്തിന് വഴിയൊരുക്കി. ഭക്തിക്കാണ് എഴുത്തച്ഛൻ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അധ്യാത്മരാമായണത്തിൽ തന്നെ പറയുകയാണെങ്കിൽ കാവ്യം സുഖേയം കഥ രാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയം സ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തു വേണം എന്നാണ് പറയുന്നത്. ഭക്തിയോടുകൂടി എഴുത്തച്ഛൻ കവിത എഴുതുന്നു. അത് വായിക്കുന്നവർക്ക് ആനന്ദത്തിന് വേറെ ഒന്നും പോകണ്ട എന്നാണ് പറയുന്നത്. ഇന്ന് ഞാൻ പറയുന്നത് അധ്യാത്മരാമായണത്തിലെ വാൽമീകിയുടെ ആത്മകഥ ആണ് പറയുന്നത്. വാൽമീകി താൻ എങ്ങനെയാണ് വാൽമീകി മഹർഷിയായി തീർന്നതെന്ന് പറയുന്ന ഭാഗമാണ്. കർണാമൃതം തവ നാമമഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കുമാവതുമല്ലല്ലോ. അവിടുത്തെ നാമമഹാത്മ്യം ആർക്കും വർണ്ണിപ്പതിനാവതില്ല എന്നാണ് പറയുന്നത്. മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ ഒരാളാണ് ശ്രീരാമൻ എന്നാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള ശ്രീരാമൻ്റെ നാമമഹാത്മ്യം കർണാമൃതമാണ്. അത് വർണ്ണിക്കുവാൻ ആർക്കും കഴിയില്ല. ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞതു ഞാനടോ. ഇങ്ങനെയാണ് വാൽമീകി തുടങ്ങുന്നത്. എങ്ങനെയാ? ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞത് ഞാനടോ. ചിത്ത്, സത്ത് എന്നിങ്ങനെയുള്ള രൂപങ്ങളുണ്ട്. അപ്പോൾ അതിലെ ചിത് രൂപം എന്ന് വെച്ചാൽ ചിന്മയൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്വരൂപൻ, പരമാത്മാവ് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ പരമാത്മാവിൻ്റെ നാമമഹിമയാൽ ഞാൻ ബ്രഹ്മമുനിയായി തീർന്നു എന്നാണ് പറയുന്നത്. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാനിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം. ദുർമതി, ദുർബുദ്ധി, മതി എന്ന് വെച്ചാൽ അർത്ഥം ബുദ്ധി. അങ്ങനെയുള്ള ദുർബുദ്ധിയായ ഞാൻ കിരാതന്മാരുമായി, കാട്ടാളന്മാരുമായി ചേർന്ന് പല മര്യാദയില്ലാത്ത പ്രവൃത്തികളും ചെയ്തു പോരുന്നു. ജന്മമാത്ര ദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളും ഒക്കെ വെടിഞ്ഞു ഞാൻ ശൂദ്രസമാചാര തൽപരനായൊരു തരുണിയുമായി വസിച്ചേൻ ചിരം. ജന്മമാത്ര ദ്വിജത്വം മുന്നമുള്ളത്, മുന്നേ എനിക്ക് ജന്മമാത്രമായ ദ്വിജത്വമുള്ളു. അങ്ങനെയുള്ള ഞാൻ ബ്രഹ്മകർമ്മങ്ങളൊക്കെ കളഞ്ഞിട്ട് ശൂദ്ര സമാചാര തൽപരനായൊരു ശൂദ്ര ആചാരത്തിന് തൽപരനായി ശൂദ്ര തരുണിയുമായി വസിച്ചേൻ ചിരം. ഒരു ശൂദ്ര സ്ത്രീയുമായി വസിച്ചു വരുന്ന കാലം. പുത്രരെയും വളരെ ജനിപ്പിച്ചത് നിസ്ത്രവം ചോരന്മാരോട് കൂടെ ചേർന്നു നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. പുത്രന്മാർ ഒരുപാടുണ്ടായി എന്ന് പറയുന്നു. നിസ്ത്രവം ചോരന്മാരോട് കൂടെ ചേർന്ന്, ലജ്ജയില്ലാതെ കള്ളന്മാരോട് കൂടെ ചേർന്ന് നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ച് എത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. നിത്യവും കള്ളന്മാരോട് കൂടെ ചേർന്ന് ഞാൻ ഒരുപാട് ജന്തുക്കളെ കൊന്നിട്ടുണ്ട്. എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടും അത്ര മുനീന്ദ്ര വനത്തിൽ നിന്ന് ഏകദാ സപ്തമുനികൾ വരുന്നത് കണ്ടു ഞാൻ. ബ്രാഹ്മണരുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരുപാട് വസ്തുക്കൾ പിടിച്ചു പറിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മുനീന്ദ്ര വനത്തിൽ നിന്ന് ഒരിക്കൽ മുനിമാരുടെ വനത്തിൽ നിന്നൊരിക്കൽ സപ്തമുനികൾ വരുന്നത് കണ്ടു ഞാൻ. സപ്തർഷികൾ വരുന്നത് ഞാൻ കണ്ടു.
അങ്ങനെ അവരെന്ത് ചെയ്തു, തത്ര വേഗേന ചെന്നേൻ, ഞാൻ ചെന്നു, ഏൻ എന്ന് പറഞ്ഞാൽ ചെന്നേൻ എന്ന് വെച്ചാൽ ഞാൻ ചെന്നു, തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി, മുനിമാരുടെ വസ്ത്രങ്ങളെല്ലാം പിടിച്ചു പറിക്കാനായിട്ട് ഞാൻ ചെന്നു, മൂഢനെ പോലെ. മുനിമാരെന്ന് പറയുമ്പോൾ അവരുടെ ഈ വസ്ത്രങ്ങളൊക്കെ അല്ലേ കാണുള്ളൂ, സ്വർണവും ധനമൊന്നും അവരുടെ കയ്യിൽ കാണാറില്ല, അപ്പോൾ പണമൊന്നും അവരുടെ കയ്യിൽ കാണാറില്ല. അപ്പോൾ അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് അവർ ധരിക്കുന്ന മരവുരി അല്ലെങ്കിൽ വസ്ത്രങ്ങളോ അതൊക്കെ പിടിച്ചു പറിക്കാനായിട്ട് ഞാൻ ചെന്നു. എഴുത്തച്ഛൻ വളരെ തന്മയത്വമായിട്ടാണ് ഈ ഭാഗങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പം ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ ഇവരാണ് പ്രാചീന കവിത്രയങ്ങളല്ലോ. അപ്പോൾ ചെറുശ്ശേരിയുടെയും കുഞ്ചൻ നമ്പ്യാരുടെയും ഭാഷയിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായ ശൈലിയിലാണ് എഴുത്തച്ഛൻ പദങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ചെറുശ്ശേരിയും കുഞ്ചൻ നമ്പ്യാരും തനി മലയാള പദങ്ങളാണ് പ്രയോഗിച്ചിട്ടുള്ളത്. എഴുത്തച്ഛൻ അതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യാസപ്പെട്ട ഉള്ള പദങ്ങളാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത വീഡിയോയിൽ എടുക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.